ഹായ് ഡിയേഴ്സ്, കേളി പുഷ്പം നോവൽ തുടരുന്നു. എന്ത് കാര്യമാണ്? രഹന കലേഷിന്റെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് രഹനയെ ഇഷ്ടമാണ്, കലേഷ് അല്പം നടന്നുകൊണ്ട് പറഞ്ഞു. അത് എനിക്കറിയാമല്ലോ കലേഷേ. ഒരു സുഹൃത്തായിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നല്ലേ നിനക്കറിയാവുന്നത്? അതെ, അങ്ങനെ തന്നെ അല്ലേ? അല്ല, അങ്ങനെയല്ല. പിന്നെ ഈ ഉമ്മച്ചിക്കുട്ടിയെ എന്റെ സ്വന്തമാക്കാൻ എനിക്കിഷ്ടമാണ്. ഇത് കേട്ടപ്പോൾ രഹനയുടെ മനസ്സിൽ നീരുറവ പൊട്ടി. തട്ടത്തിനുള്ളിലൂടെ അവളുടെ മുടി പാറുന്നത് നോക്കി നിന്നു കലേഷ്. അപ്പോൾ ശാലിനിയോ? രഹന ചോദിച്ചു. അവൾ ഇപ്പോൾ എന്റെ മനസ്സിലില്ല രഹന. എനിക്കൊന്ന് ആലോചിക്കണം. അതെന്താ, ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണോ? രഹന വീട്ടിൽ തന്റെ റൂമിൽ ഇരിക്കുമ്പോൾ കലേഷിന്റെ ഫോൺ വന്നു. അവർ ഒരുപാട് നേരം സംസാരിച്ചു. രഹനയുടെ പോളിയോസ് ഓപ്പറേറ്റിംഗ് കോഴ്സ് കഴിഞ്ഞു. പിറ്റേന്ന് തന്നെ അവൾ പ്രസ്സിൽ ജോലിക്ക് കയറി. കലേഷ് അവളെ തിരഞ്ഞ് പ്രസ്സിൽ വന്നു. നീ എന്തിനാണ് ഇവിടെ വന്നത്? രഹന ചോദിച്ചു. നിന്നെ കാണാൻ. വേഗം പോയിക്കോ, ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? പോകാൻ പറ. രഹനയും കലേഷും മലമ്പുഴ കാണാൻ പോയി. അവർ മലമ്പുഴ ഉദ്യാനത്തിൽ ഇരുന്നു. കലേഷ് അവളുടെ കൈകളിൽ തലോടിക്കൊണ്ടിരുന്നു. എന്ത് പറഞ്ഞാണ് ഈ ഞായറാഴ്ച നീ വീട്ടിൽ നിന്നിറങ്ങിയത്? കലേഷ് ചോദിച്ചു. ഒരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിച്ചു. രഹന തന്റെ റൂമിൽ PSC പുസ്തകം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ കലേഷിന്റെ കോൾ വന്നു. അവൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ ഡിയർ, നാളെ മുതൽ നീ ജോലിക്ക് പോകണ്ട, കലേഷ് പറഞ്ഞു. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ.